മൂന്നാമത്തെ സ്റ്റേജ് N3 സ്റ്റേജ്, ഇതാണ് ഡീപ്പ് സ്ലീപ്പ് അഥവാ സ്ലോ വേവ് സ്ലീപ്പ് എന്നറിയപ്പെടുന്നത്. ശരീരത്തിന്റെ ഒരു റിപ്പയർ ടൈമാണ് ഈ പറയുന്നത്. ഇതാണ് ഏറ്റവും ആഴമേറിയ ഉറക്കം. ഇവിടെ നമ്മൾ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സ്റ്റേജാണ് N3. ഇവിടെ ഹൃദയമിടിപ്പ്, ശ്വാസോച്ഛ്വാസം, രക്തസമ്മർദ്ദം എന്നിവ ഏറ്റവും കുറയുന്ന ഒരു സ്റ്റേജാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ സമയം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഈ പറയുന്ന N3 സ്റ്റേജിലുള്ള ഉറക്കമാണ്. അവിടെ മസിൽ പൂർണ്ണമായിട്ടും അയയുന്നു. ശരിക്കും ശരീരം ഈ ഉറക്കത്തിന്റെ ശരിക്കുമുള്ള പണികൾ നടക്കുന്നത് ഇവിടെയാണ് ടിഷ്യൂ റിപ്പയർ നടക്കുന്നത്, പേശികൾ വളരുന്നത്, നമ്മുടെ മസിലുകളൊക്കെ വളരുന്നത് ഈ സമയത്താണ്. നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് N3 സ്റ്റേജിലൂടെ കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, നല്ല ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മസിലൊന്നും ഉണ്ടാവില്ല. ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ആവുന്നത് ഈ സ്റ്റേജിലാണ്. ഹോർമോണുകൾ, ഗ്രോത്ത് ഹോർമോണുകൾ ഉൾപ്പെടെയുള്ള മിക്കവാറും ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ഈ സമയത്താണ്. ശരീരത്തിലെ വേസ്റ്റ് ഡിസ്പോസൽ, ആ പരിപാടികളൊക്കെ നടക്കുന്നത് ഈ N3 സ്റ്റേജിലാണ്. N3 സ്റ്റേജ് കുട്ടികളിലും യുവാക്കളിലും ഒക്കെ, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ ഭയങ്കരമായി ഡീപ്പ് സ്ലീപ്പിലായിരിക്കും ഒരുപാട് നേരം. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ N3 സ്റ്റേജിലാണ്. ചുരുക്കത്തിൽ ഈ NREM ഉറക്കം, നമ്മൾ NREMന്റെ വിവിധ സ്റ്റേജുകളെ പറ്റിയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. NREM ഉറക്കം ശരീരത്തിന്റെ ഒരു സർവീസ് ആൻഡ് റിപ്പയർ ടൈമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൃദയം മന്ദഗതിയിൽ മിടിക്കുന്നു, ശ്വാസം ശാന്തമാകുന്നു, താപനില കുറയുന്നു, ഊർജം ഒരുപാട് സംരക്ഷിക്കപ്പെടുന്നു ഈ സ്റ്റേജിൽ. പേശികൾ വിശ്രമിക്കുന്നു, പുതിയ പേശികൾ ഉണ്ടാകുന്നു, രോഗപ്രതിരോധ സംവിധാനം ശക്തപ്പെടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ഫാക്ടറിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന പോലെയാണ് ഈ NREM സ്റ്റേജിൽ ശരീരം പ്രവർത്തിക്കുന്നത്, തലച്ചോറും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നല്ല NREM അല്ലെങ്കിൽ N3 സ്റ്റേജിലുള്ള ഉറക്കം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പല പല രോഗാവസ്ഥകളിലേക്കൊക്കെ കടന്നു പോകേണ്ടി വരാം. NREM സ്ലീപ്പ് അല്ലെങ്കിൽ അതിലെ പ്രത്യേകിച്ച് N3 സ്റ്റേജിലൂടെ നമ്മൾ ഉറങ്ങുമ്പോൾ കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് ഉണർന്നു കഴിഞ്ഞാലും നമുക്കൊരു ഉറങ്ങിയ ഫീൽ വരാത്ത പോലെ, ഒരു ശക്തിക്കുറവ് പോലെ, ഒന്നും ഓർക്കാൻ കഴിയാത്ത പോലെ, ഒരു ക്ലൗഡിനെസ് തലച്ചോറിൽ ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് ഈ N3 സ്റ്റേജ് ഒന്നും കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടാണ്.